വെള്ളാപ്പള്ളിക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി മലമ്പുഴയിൽ VSന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളി നടേശന് പൂജപ്പുര ജയിലിലേക്ക് വഴി തുറന്നു കിട്ടുമെന്ന് വ്യക്തമാക്കിയ VS, അഴിമതിക്കാരുടെ കൂടാരമാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്നും വിമർശിച്ചു. മലമ്പുഴയിൽ തന്റെ 4ാം അംഗത്തിനെത്തിയ VSനെ ചുട്ടുപൊള്ളുന്ന വേനലിലും ആവേശത്തോടെയാണ് പാർട്ടി പ്രവർത്തകർ എതിരേറ്റത്. തുടർന്ന് പാലക്കാട് ടൗൺഹാളിൽ നടന്ന മണ്ഡലം കൺവെൻഷനിൽ VS ഉമ്മൻചാണ്ടിക്കെതിരെയും BJPയുമായി കൂട്ടുകൂടിയ വെള്ളാപ്പള്ളിക്കെതിരെയും രൂക്ഷ വിമർശനമുയർത്തി. മൈക്രോ ഫിനാൻസ് കേസിൽ വീട്ടമ്മമാരുടെയും മറ്റും പണം സ്വന്തം കീശയിലാക്കിയ വെള്ളാപ്പള്ളിക്ക് താൻ കൊടുത്ത കേസിലൂടെ പൂജപ്പുര ജയിലിലേക്കുള്ള വഴി തുറന്നു കിട്ടുമെന്ന് VS പറഞ്ഞു. ഇതിനെതിരെ ഞാൻ നേരിട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതി കണക്കുകൾ അക്കമിട്ട് നിരത്തിയാണ് VS UDFനെതിരെ വിമർശനമുന്നയിച്ചത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മന്ത്രിമാരുടെ പേരിൽ 136 കേസുകളുണ്ടെന്ന് VS പറഞ്ഞു. 2820 ഏക്കർ ഭൂമി സർക്കാർ അനധികൃതമായി പതിച്ചു നൽകാൻ ശ്രമിച്ചതായും VS ആരോപിച്ചു. സുധീരന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും VS പരിഹസിച്ചു. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള 5 പേരിൽ ഒരാളെ പോലും അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് ഒരാളിനെ ഒഴിവാക്കേണ്ടതായിരുന്നു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KE ഇസ്മായിൽ തുടങ്ങിയ LDF നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, പാലക്കാട്.